ഹായ് ഹലോ ലൈഫ് ഹാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കിന്ന് പാത്രത്തിലെ കറ കളയുന്ന കുറച്ച് പരിപാടി നോക്കാം. നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന പാത്രത്തിൽ അതിൻ്റെ ചുവടിലൊക്കെ നല്ല കട്ടിയിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നത് കാണാം. അത്തരം അഴുക്കുകൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ പഴക്കം ചെന്നവയാവാം, ചിലത് കറികളിലെ ഓയിലൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നതാവാം. എന്തായാലും ഇത്തരം കറകൾ വേഗത്തിൽ മാറ്റിയെടുക്കാൻ കുറച്ച് വഴിയുണ്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്ന്, ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് വൃത്തിയാക്കിയെടുക്കാം. പാത്രം വൃത്തിയാക്കിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ബേക്കിംഗ് സോഡ ഉപയോഗം. വളരെ വേഗത്തിൽ പാത്രങ്ങളിലെ കറ ഇത് മാറ്റിയെടുക്കും. അത് തയ്യാറാക്കുന്നതിനായി ഹൈഡ്രജൻ പെറോക്സൈഡ്, ഏതെങ്കിലും ഒരു സോപ്പ് ലിക്വിഡ് എന്നിവ ആവശ്യമാണ്. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡും ബേക്കിംഗ് സോഡയും തമ്മിൽ നന്നായി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കുക. അതിലേക്ക് കുറച്ച് സോപ്പ് ലിക്വിഡ് ചേർക്കാവുന്നതാണ്. ഇവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് പാത്രത്തിൻ്റെ അടിഭാഗത്ത് തേച്ച് നന്നായി ഉരയ്ക്കാവുന്നതാണ്. നല്ലപോലെ വട്ടത്തിലായിരിക്കണം ഈ മിശ്രിതം തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 30 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം സ്ക്രബ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഉരച്ചെടുക്കുന്നതിന് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല വൃത്തിയിൽ പാത്രം ക്ലീൻ ആക്കി എടുക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ഇനി പാത്രത്തിൽ ബേക്കിംഗ് സോഡ മിശ്രിതം തേച്ച് പിടിപ്പിക്കുന്നതിന് മുൻപ് കുറച്ച് അടിഭാഗത്തായിട്ട് കുറച്ച് വിനാഗിരി മുക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. വേഗത്തിൽ കറ ഇളകി പോകാനിത് സഹായിക്കും. അടുത്ത ഉപ്പും വിനാഗിരിയും ചേർത്ത് ഒരു മിശ്രിതമാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഉപ്പ് ഉപയോഗിച്ച് പാത്രങ്ങൾ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് സ്ക്രാച്ച് വീഴാതെ സൂക്ഷിക്കുക എന്നത്. ചില ഫ്രൈയിങ് പാനിൻ്റെ ചുവട്ടിലും ഒക്കെ കോട്ടിങ്സ് ഒക്കെ ഉണ്ടാവും. അതിനാൽ ശ്രദ്ധിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ. ഈ മിശ്രിതം തയ്യാറാക്കും മുൻപ് നിങ്ങളുടെ പാൻ വിനാഗിരിയിൽ മുക്കി വയ്ക്കുന്നത് നല്ലതാണ്. അതിനുശേഷം പാനിൻ്റെ അടിഭാഗത്ത് ഉപ്പ് പുരട്ടുക. ഒപ്പം കുറച്ച് സോപ്പ് ലിക്വിഡ് ഒഴിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നന്നായി ഉരച്ച് കഴുകാവുന്നതാണ്. ഉപ്പ് കൂടുതൽ ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കുക. ഉപ്പ് ചേർക്കുന്നതിനനുസരിച്ച് സോപ്പും ചേർക്കാൻ മറക്കരുത്. അടുത്തത്, ഓവൻ ക്ലീനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിനി പറയാൻ പോകുന്ന ഈ വിദ്യ ഉപയോഗിക്കാം കേട്ടോ. അത്രയ്ക്കും നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഓവൻ ക്ലീനർ ഉണ്ടെങ്കിൽ ഇത് പയറ്റാം. ഇതിനായി എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഓവൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനർ പാത്രത്തിൻ്റെ പുറകിലായി പുരട്ടുക. കുറച്ച് നേരം അങ്ങനെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പറ്റുകയാണെങ്കിൽ രാത്രിയിൽ മൊത്തം ആ ലോഷൻ അങ്ങനെ പുരട്ടി വയ്ക്കുക. പിറ്റേന്ന് ഇതെടുത്ത് നന്നായി സ്ക്രബ് ചെയ്തെടുക്കുക. നല്ല ചൂട് വെള്ളത്തിൽ കഴുകി കളഞ്ഞ് തുടച്ച് എടുക്കാവുന്നതാണ്. നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ പാത്രം. അടുത്തത്, കെച്ചപ്പ് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, ക്ലീൻ ആക്കാനും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് കെച്ചപ്പ് ഉപയോഗിച്ചാൽ പാത്രം ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കുമോ എന്ന സംശയം മിക്കവരിലും ഉണ്ടാകും. കുറച്ച് സമയം ഇത് തേച്ച് പാത്രങ്ങൾ വെച്ചാൽ പാത്രങ്ങൾ നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ് സത്യാവസ്ഥ. ഇതിനായി പാനിൻ്റെ അടിഭാഗത്ത് നന്നായി കെച്ചപ്പ് പുരട്ടണം. ഇത് കുറച്ച് സമയം ഇതുപോലെ ഇരിക്കാൻ അനുവദിക്കണം. അത്യാവശ്യം കുറച്ച് മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾ വെച്ചോളൂ. പിന്നീട് ഇതിലേക്ക് കുറച്ച് സോപ്പ് ലിക്വിഡും ചേർത്ത് നിങ്ങൾക്ക് ഉരച്ച് കഴുകിയെടുക്കാവുന്നതാണ്. നല്ല ക്ലീൻ ആയിട്ടിരിക്കും കാര്യങ്ങളൊക്കെ. അടുത്തത്, പാത്രങ്ങളുടെ അടിയിൽ കറ പിടിക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? പാത്രങ്ങളുടെ അടിയിൽ കറ പിടിച്ചാൽ ഇവ പെട്ടെന്ന് കഴുകി കളയാതിരിക്കുമ്പോഴാണ് ഇത് കട്ടി പിടിച്ചിട്ട് ഒട്ടും പോകാത്ത വിധത്തിലാകുന്നത്. ഇത്തരം പ്രശ്നം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം, പാത്രത്തിൻ്റെ അടിയിൽ കറ പിടിച്ചു എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കണം. പിന്നെ വേഗത്തിൽ വൃത്തിയാക്കിയാൽ പാത്രങ്ങൾ അത്രയ്ക്കും മനോഹരമാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാം. അതുപോലെ പാത്രങ്ങളിൽ കറ പിടിച്ചു എന്ന് കണ്ടാൽ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ സോപ്പ് ലിക്വിഡ് ചേർത്ത് ഇളക്കി അതിലേക്ക് പാത്രങ്ങൾ മുക്കി വയ്ക്കാം. ഇത് പാത്രത്തിലെ കറ മാറ്റിയെടുക്കാൻ സഹായിക്കും. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഉരച്ച് കഴുകുന്നതും പാത്രങ്ങളിൽ കറ പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഒരു ടിപ്പ് എന്തായാലും എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീട്ടമ്മമാർക്കല്ല, കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും അടുത്ത ലൈഫ് ഹാക്കുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.